15 വർഷമായിട്ട് TMC മമത ഭരിക്കുകയാണ് ബംഗാൾ. പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്ന് കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നത് പോലെ കുറേയധികം ബംഗാളി ജനതയും മമത മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേ ഒക്കെ BJPക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഇപ്പം ബംഗാളിലെ ഒരു റിലീജിയസ് പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 72% വരുന്ന ഹിന്ദുക്കൾ, 27% വരുന്ന മുസ്ലിം ജനസംഖ്യ. ഇതിൽ ബ്ലോക്കായിട്ട് ഈ മുസ്ലിം ജനസംഖ്യ ഇക്കുറിയും TMCക്കൊപ്പം മമതയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് നമുക്ക് തീർച്ചയായിട്ടും കരുതാൻ സാധിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ 72% വരുന്ന ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളെ ഏകീകരിക്കാനുള്ള രാഷ്ട്രീയമാണ് ഇക്കുറി ബംഗാളിൽ BJP പയറ്റിയത് മുഴുവൻ. അതായത് അവരെ ഇത്തവണ സഹായിക്കും. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, SIRലൂടെ 9 മില്യൺ വോട്ടുകൾ ബംഗാളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണയും മമത ഇവിടെ വിജയിച്ചപ്പോൾ ഈ വോട്ടുകൾ മമതയ്ക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുള്ള വോട്ടുകളാണെന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ 9 മില്യൺ എന്ന 90 ലക്ഷത്തിലേറെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ട ശേഷം ബംഗാളിൽ ഇലക്ഷൻ നടക്കുന്നത്. അതിലുള്ളൊരു കണക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി പറഞ്ഞത്. അപ്പോൾ ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സർവേകൾ, എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചില ബഹുഭൂരിപക്ഷം സർവേകളും നെക്ക് ആൻഡ് നെക്കായിട്ടുള്ളൊരു മത്സരമാണ് എങ്കിൽ പറയുന്നത്. എന്നാൽ മാർക്ക് പറഞ്ഞിരിക്കുന്നത് 150 മുതൽ 175 സീറ്റോട് കൂടിയിട്ട് മമത വരുമെന്നാണ്. എന്നാൽ അതേ സമയത്ത് പീപ്പിൾസ് പൾസ് പറഞ്ഞിരിക്കുന്നത് 177 മുതൽ 187 സീറ്റ് വരെ മമത ജയിക്കുമെന്നാണ്. തൃണമൂൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ്. അവർ BJP പറഞ്ഞുള്ളത് 95 മുതൽ 110 സീറ്റ് വരെയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ അവിടെ കോൺഗ്രസ് മുന്നണി വൻ വിജയം നേടുമെന്നാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ അവിടെ BJPയുടെ മുന്നണിയാണ് വിജയിച്ചു വന്നത്. BJPയും ശിവസേനയും കൂടെയുള്ള മുന്നണിയാണ് വിജയിച്ചു വന്നത്. ഇത് പല സ്ഥലങ്ങളിലും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. വിജയിക്കുമെന്ന് പറഞ്ഞതിന് പകരം വിജയിച്ച കക്ഷികൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കാറുള്ളത്. പക്ഷേ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമത ഒരു വികാരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന സർവേകളൊക്കെ ശരിയാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മമതയുടെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തെ അവിടുത്തെ ഭരിച്ചിരുന്ന CPM ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടിയാണ്. നന്ദിഗ്രാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ വ്യവസായ പാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ CPM ഗവൺമെൻറ് വന്നപ്പോഴാണ് അത് വലിയ പ്രക്ഷോഭമായി മാറുകയും കർഷകരോടൊപ്പം ചേർന്നുകൊണ്ട് അവർ വലിയ പോരാട്ടം നടത്തുകയും അങ്ങനെ വലിയ വെടിവെപ്പൊക്കെ ഉണ്ടായി അവസാനം ബംഗാൾ ഉഴുതുമറിച്ച് മമത നേടുന്നത്. 2011 നേടിയ ശേഷം പിന്നോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോ ഘട്ടത്തിലും വന്ന് CPMഉം അതിൻ്റെ ഘടകകക്ഷികളും പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിട്ട് ഇപ്പോൾ ഒരൊറ്റ സീറ്റും അവിടെ CPMന് ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മാക്സിമം അവർക്ക് കിട്ടുമെന്ന് പറയുന്നത് 2 to 6 സീറ്റ് എന്നൊക്കെയാണ്. അത്രയും ദയനീയമാണ്. കോൺഗ്രസിൻ്റെ സ്ഥിതിയും വളരെ ദയനീയമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ മമതാ ബാനർജി എന്ന് പറയുന്നത് വലിയൊരു ശക്തി തന്നെയാണ് ബംഗാളിൽ. അവിടെ അട്ടിമറികൾ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിപക്ഷവും BJPക്ക് ഒരു മുൻതൂക്കമാണ് നിലവിൽ നൽകുന്നത്. സാറ് പറഞ്ഞ പോലെ ചില സർവേകളൊക്കെ TMCക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ പേടിക്കേണ്ട ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച BJP നേടിയൊരു സംസ്ഥാനമാണ് ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. 2016 ഇവർ 3 സീറ്റായിരുന്നു, 10% അത് പിന്നെ 2021 എത്തുമ്പം 77ആയി. 2011 അവർക്ക് എത്രയോ ചെറിയ ശതമാനം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വെച്ചടിയുള്ള ഒരു കയറ്റമാണ് പശ്ചിമ ബംഗാളിൽ BJP നേടുന്നത്. 2021 77 സീറ്റാണ്. BJPയുടെ ഒരു പ്രവചന പ്രകാരം 120ഓളം വരുന്ന സീറ്റുകൾ ഇത്തവണ നേടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പക്ഷെ നേടിയത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ്. അവിടെ കോൺഗ്രസ് അല്ലെങ്കിലും ഇല്ല, തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസിൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്. അവർ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ മമതാ ബാനർജി. അവർ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നു, നല്ല ശക്തമായ രൂപത്തിൽ ഭരിച്ച മന്ത്രിയായിരുന്നു. പിന്നീട് കോൺഗ്രസിനോടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ബംഗാളിൽ
ഇടതുപക്ഷത്തോട് ഏറ്റുമുട്ടുകയും ചെയ്തു, തീവ്രമായ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയും ചെയ്തത്. കോൺഗ്രസ് തീവ്രമായ ഏറ്റുമുട്ടൽ നടത്താതിരുന്നത് മുമ്പ് കോൺഗ്രസിനെ LDF പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ്. ഹർകൃഷ്ണൻ സുർജിത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു CPM-ൻ്റെ ശക്തമായ ഇടതുപക്ഷത്തിന് 90 വരെ സീറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ കാലഘട്ടത്തിലാണ് ഇടതുപക്ഷം കോൺഗ്രസിനെ പിന്തുണച്ച് അവരെ ഭരിക്കാൻ അനുവദിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ജ്യോതി ബാസു. ഒരിക്കൽ കൂട്ടുമുന്നണിയായിട്ട് ജ്യോതി ബാസു പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്ര പോലും CPM-ൻ്റെ ഏറ്റവും ശക്തിയായുള്ള സ്ഥലം എന്തെന്ന് വെച്ചാൽ കേരളമല്ല, ബംഗാളായിരുന്നു. ബംഗാളും ത്രിപുരയും കേരളവും എന്ന് പറയുന്ന എൻ ബ്ലോക്കായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. അതിന് ആർക്കും കഴിയില്ല എന്നാണ് പറഞ്ഞതെങ്കിലും ഇത്ര കൂളായിട്ടാണ് ത്രിപുരയിൽ 60 സീറ്റുള്ള ത്രിപുരയിൽ മൊത്തത്തിൽ BJP പിടിച്ചുകൊണ്ടുപോയത്. അവിടെ CPM-ന് ഒരു സീറ്റെങ്കിലും ഇപ്പോൾ ബാലൻസ് ഉണ്ടോ? ഇല്ല. ആദ്യഘട്ടത്തിൽ തൊട്ടടുത്തെത്തി, പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായിട്ട് അത് നേടിയെടുത്തു. ഇപ്പോൾ ഏറ്റവും അവസാനം സ്ഥിതി നോക്കുമ്പോൾ അവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ MABB പറഞ്ഞത് ഇപ്രാവശ്യം ഞങ്ങൾ ഓപ്പൺ ചെയ്യും വീണ്ടും എന്നാണ് പറഞ്ഞത്. ഓപ്പൺ ചെയ്യാൻ 1-2 സീറ്റിൽ കയറി കൂടും എന്നാണ് പറഞ്ഞത്. അപ്പം ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആര് ജയിക്കും തോൽക്കും എന്നിപ്പോൾ പറയാൻ പറ്റില്ല. SIR-ന് ശേഷമുള്ള അവസ്ഥ വ്യാപകമായ രൂപത്തിൽ വർഗീയമായിട്ട് തന്നെ അവിടെ BJP പ്രചരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എൻ ബ്ലോക്കായിട്ട് ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുകയാണെങ്കിൽ മമതാ ബാനർജി തോൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സർവേകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഒരു വികാരം എപ്പോഴും മമതാ ബാനർജിക്ക് ഒപ്പമാണ്, BJPക്ക് ഒപ്പമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തെ ഫൈറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാണ്ട്. എല്ലാ സ്ഥലങ്ങളിലും BJPയിലേക്ക് പോകുമ്പോൾ അതിനോട് തൊട്ടടുത്ത സ്ഥലമാണ് ഒറീസ, അവിടെ BJPക്ക് പോയി. ആസാം ആണ് അടുത്ത സ്ഥലം, അവിടെയും BJPക്ക് പോയി. വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളെല്ലാം തന്നെ BJPക്ക് പോയി. മണിപ്പൂർ മാത്രമാണ് തിരിച്ചു വന്നത്, അവിടെ വേണം ഏറ്റവും വലിയ കലാപമുള്ളത്. ബീഹാർ BJPക്ക് പോയി. അങ്ങനെ എല്ലാ മേഖലകളിലും BJP പിടിച്ചെടുത്ത് മുന്നോട്ട് പോകണം. അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്, പിന്നെ പ്രചരണത്തിനുള്ള ആയുധങ്ങളുണ്ട്. അവർക്ക് എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുമ്പോൾ അവിടെ തടസ്സമായി നിൽക്കുന്നത് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരൊറ്റ ധീരയായ വനിതാ നേതാവിൻ്റെ പ്രാഗൽഭ്യത്തിൽ മാത്രമാണ് തടഞ്ഞു നിൽക്കുന്നത്. അത് ഇത്തവണ വീഴും എന്നുള്ളതാണ് പ്രചരണം വന്നിരിക്കുന്നത്. പക്ഷേ മമത ഇത്തരത്തിലുള്ള കുറേയധികം ഒരു നല്ല നേതാവ്, പല രീതിയിൽ നല്ല നേതാവാണെങ്കിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ദുർഭരണമാണ്, അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ കെടുകാര്യസ്ഥത നിറഞ്ഞ, ഇപ്പോൾ RG-കർ പോലുള്ള കുറേ വിഷയങ്ങൾ നമുക്കറിയാലോ, പീഡന സംഭവമൊക്കെ. അപ്പം അങ്ങനെയുള്ള ഭരണം TMC കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ. അല്ല, അഴിമതിയെ പറ്റി എന്തെങ്കിലും അങ്ങനെ വ്യാപകമായുള്ള രൂപത്തിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അവിടെ ഒരു ശാരദാ ചിട്ടിക്കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് വലിയ തോതിൽ വന്നിട്ടുള്ളത്. മമതയുമായി ബന്ധപ്പെട്ട ചില MP-മാർ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് മാത്രമാണ് വന്നത് അന്ന്. അതിനുശേഷം അങ്ങനെ വ്യാപകമായ രൂപത്തിൽ എന്തെങ്കിലും അഴിമതി TMC നടത്തിയതായിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടില്ല. അതേസമയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുടെ മരണവും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ് ഇന്ത്യ പിടിച്ച് കുലുക്കിയിട്ടുള്ളത്. അല്ലാത്ത വേറെ സംഭവങ്ങളും അതിൽ മമത കാണിച്ച ദാർഢ്യം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ അതൊന്നുമല്ല, അടിത്തട്ടിൽ താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളിൽ അവിടെ അതൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നഗരപ്രദേശങ്ങളിൽ BJPക്ക് ശക്തമായ മുന്നേറ്റമുണ്ടെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ BJPക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവിടെ 2 കക്ഷികളായി മാറി. ഒന്ന് തൃണമൂൽ കോൺഗ്രസ്, മറുഭാഗത്ത് BJP. കോൺഗ്രസും ഇല്ല, CPM-ഉം ഇല്ല, മറ്റ് കക്ഷികളൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ബംഗാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹിന്ദുക്കളെ ഏകീകരിക്കുന്ന രാഷ്ട്രീയം പയറ്റിക്കൊണ്ട് BJP നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ യഥാർത്ഥത്തിൽ പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം പശ്ചിമ ബംഗാളിലെ തന്നെ കാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ 2011 വെറും 4% വോട്ടാണ് BJPക്ക് ഉണ്ടായതെങ്കിൽ 2016 അത് 10 വളർത്തുന്നു, 3 സീറ്റ് നേടുന്നു. 2021 വരുമ്പോൾ അത് 73 സീറ്റിൽ നിന്ന് 77 സീറ്റിലേക്കാണ് BJP വളരുന്നത്. അപ്പം ഇങ്ങനെ പശ്ചിമ ബംഗാൾ ഇത്തരത്തിലുള്ള ദേശീയ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇക്കുറി അതിലും വലിയ കുറേയധികം ഈ ദേവി കാളിനെയും മറ്റേ ദേവീനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു BJP നടത്തിയത്. അമിത്ഷയും മോദി അടക്കം കുറേ വന്നിട്ട് മമതയ്ക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് പയറ്റിയത്. അത്
ഇക്കുറി മമതയുടെ ഫ്യൂസ് കാറ്റ് ഊരുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നമ്മൾ 4-ാം തീയതി വരെ കാത്തു നിൽക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ മുന്നിലുള്ളത്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ BJPയുടെ സർവേ പ്രകാരം വരുന്ന കാര്യങ്ങളല്ല അവിടെ നിന്ന് വരുന്നത്. അവിടെ മമത ശരിക്കും വ്യാപകമായ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് വൻതോതിൽ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതും എന്നുള്ള വിവരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ബീഹാറിൽ തന്ത്രപരമായിട്ട് നിതീഷ് കുമാറിനെ കൊണ്ടുപോകുന്ന അവസരം നിതീഷ് കുമാറിനെ മാറ്റി അവരുടെ ആളിനെ മുഖ്യമന്ത്രിയായി മാറി, നിതീഷ് കുമാർ മാറി. ബീഹാർ എങ്ങനെയാണോ മാറിയത് നമുക്കറിയാം. അവരൊരു സ്ഥലത്ത് ഒരു സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു സീറ്റിൽ നിന്ന് അവർ പെട്ടെന്ന് പടുത്തുയർത്തും. കേരളത്തിൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അവർക്ക് കിട്ടി. ആ കോർപ്പറേഷൻ വെച്ചിട്ടാണ് കേരളം മുഴുവൻ കിട്ടിയെന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കി അവർ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിത്തറ പാകി കഴിഞ്ഞു. 77 സീറ്റ് വരെ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലോക്സഭാ സീറ്റിലും നല്ല പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അവർ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബംഗാളിലും BJP അധികാരത്തിലെത്താം. പക്ഷേ നെക്കാണ് ഒരു ഇവിടെ കേരളത്തിലുള്ള മാതിരി ഇടതുപക്ഷം തകർന്നു തരിപ്പണമായ മാതിരിയല്ല. മുമ്പ് ബംഗാളിൽ ഇടതുപക്ഷം എങ്ങനെയാണ് തകർന്നു തരിപ്പണമായത് ആ സ്ഥിതിയിലല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് നമുക്ക് എന്തായാലും മമതയ്ക്ക് ഈസി വോക്ക് ഓവർ അല്ല. മമതയ്ക്കല്ല, BJPക്ക് ഈസി വോക്ക് ഓവർ അല്ല. മമതയ്ക്ക് ആ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കാനുള്ള ഒരു ശക്തി അവിടെയുണ്ട് ഇപ്പോഴും. കാരണം അവർ തീരെ താഴേക്ക് പതിച്ചു എന്ന് ഒരു സർവേയും പറഞ്ഞിട്ടില്ല. ആവറേജ് 100 സീറ്റ് അവർക്ക് പറയുന്നുണ്ട്. 294 സീറ്റിൽ 100 സീറ്റ് എന്ന് പറഞ്ഞാൽ 1/3 സീറ്റ് അവർക്ക് ഉണ്ട് ആവറേജ് എന്നാണ് പറയുന്നത്. 177 മുതൽ 187 വരെ സീറ്റുകളും അവർക്ക് പ്രവചിക്കുന്നുണ്ട്. അപ്പം ഇതിൽ വേണ്ടത് 148 സീറ്റാണ്. അവിടെ കാത്തിരുന്ന് കാണേണ്ടത് 148 സീറ്റാണ് അവിടെ. ഈ 72% വരുന്ന എന്താണ് ഹിന്ദു ഇത് അവരെ ആർക്ക് അനുകൂലമായിട്ട് ഇത്തരം ഏകീകരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് BJP പ്രതീക്ഷ വെക്കുന്നത്. മാത്രമല്ല ഇത്തവണ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ 92% വരെ പോൾ നടന്നിട്ടുണ്ട്. അത് SIR കട്ട് ചെയ്ത ശേഷമാണ്. മരിച്ച ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കട്ട് ചെയ്ത് ഒരു 92% വോട്ട്, ഒരു 93% വോട്ട് എന്ന് പറഞ്ഞാൽ 7% മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആര് ജയിക്കും തോൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. റിസൾട്ട് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ.